ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ വായൻ്റെ ഇതിൽ ഒന്ന് ചൂടാനുള്ള പരിപാടിയാണ് കണ്ണിൽ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാം. അതുപോലെ മസാല മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഏകദേശം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചിക്കൻ മസാല ഇട്ടാൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം ബാക്കി വേണമെങ്കിൽ ചേർക്കാൻ. മിശ്രിതം എന്ന് പറഞ്ഞാൽ ഇതിൽ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, കറിവേപ്പില ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. ഇത് മൂന്നും പാടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ്. അതുപോലെ ഇത് നമ്മൾ പച്ചക്കുരുമുളകാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങ നമ്മൾ വീട്ടിൽ പിഴിയുന്നുണ്ട്. ചെറിയ ചെറുനാരങ്ങയാണ്, വലിയ വലുതൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. മസാല സ്മൂത്ത് ഇട്ടാനാണ്, കുറച്ച് ടേസ്റ്റും ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വേണം ഉപ്പൊക്കെ നോക്കാൻ. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നോക്കിയോളൂ. ഇനി നമുക്കിത് ചിക്കനിന് തേച്ച് പിടിപ്പിക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. കാരണം നമ്മളെല്ലാവരും ഓരോ ഫുഡ് ഉണ്ടാക്കല് പുറത്ത് പോയിട്ട് നമ്മൾ ടീംസിൻ്റെ ഒപ്പമാണ്. അപ്പോൾ വീട്ടുകാരിങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കേണ്ട ഒരു അറിവുണ്ടാവുള്ളൂ. അപ്പോൾ അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് പോയി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഫുഡ് വെക്കാൻ ഏകദേശം വീട്ടിലും വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. മസാല കൂട്ടിക്കാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇനി കുറച്ച് വേറെ പരിപാടികളുണ്ട്, അത് തീർക്കണം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിന് മിക്സ് ചെയ്യുന്നത് ഇത് നമ്മളെ മല്ലിയില് അതുപോലെ പൊതിനയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ സെറ്റ് ആയിക്കോട്ടെ. നമ്മളപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല തേച്ച് മല്ലിയില പൊതിനയ്ക്ക് ലാസ്റ്റ് ഇട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആകണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വായൻ്റെ ഇതിട്ട് പൊതിയാൻ. ഇതിന് മുന്നേ നമുക്ക് തീയൊന്ന് കത്തിക്കാണ്ട്. ഓക്കെ, ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ എടുത്തിട്ട് നല്ല പൊതിഞ്ഞെടുക്കണം.
അപ്പോൾ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിലൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളെ അലുമിനിയം ഫോയിലിൽ ശരിക്കൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തീ ഏകദേശം റെഡി ആയിട്ട് കുറച്ച് പാടും കഴിഞ്ഞിട്ട് നമുക്ക് വേണം ഇതൊന്ന് കണലായി കിട്ടണം. അപ്പോൾ ഏകദേശം നമ്മൾ തീ റെഡി ആയിട്ടുണ്ട്. കണൽ നമുക്ക് അടുപ്പ് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടാവും? അതാണല്ലേ, ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും കരുതണം. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം എന്താണ് സംഭവിക്കണമെന്നുള്ളത്. ശരിയായിക്കണോ ശരിയായിട്ടില്ല നമുക്കറിയാം. ഓപ്പൺ ചെയ്യാൻ പോവാണ്, എന്താണെന്ന് നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് സംഗതി, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ സുഖമായിട്ട്. അപ്പോൾ സംഗതി ഇതാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വേവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് കളറൊന്നും ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ആണ് സംഗതികളൊക്കെ ഒരു മീഡിയം ലെവലിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. മോളെ എങ്ങനെയുണ്ട്? ഇത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം ആൾക്കാരോട്. ചെറിയ ഉറക്കിലാണ് ആള്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.